ഹലോ. ഹലോ, പിന്നെ മൻസൂർ മണ്ണാർക്കാടാ. അതെ. കുറെ വീഡിയോകൾ ഇങ്ങനെ കാണുന്നുണ്ട്. ആ അതില് റജബിന്റെ കുറച്ച് പറഞ്ഞ റജബ് മിറാജിന്റെ നോമ്പിനെ പറ്റി എന്താ പറഞ്ഞു മോശമായി. ആ എന്താ നിങ്ങളുടെ പേരെന്താ? എന്റെ സോല്. സ്വാലിഹ്. എവിടുന്നാ വിളിക്കുന്നത്? ഞാൻ തിരങ്ങാടിയാ. തിരുരങ്ങാടി. ഓക്കെ, പറയ്. അത് 27, 28, 29 പിന്നെ എല്ലാ അറബി മാസം സുന്നത്തുള്ളതല്ലേ നോമ്പ് വലിക്കല്. 20 27, 28, 29 എല്ലാ അറബി മാസവും 27, 28, 29 സുന്നത്തുള്ളതാണല്ലോ. അതിന്റെ പുറമെ പിന്നെ മുക്കാശുപത്തുൽ ഖുലൂബിൽ പറഞ്ഞല്ലോ ഒരു ഹദീസ് കൊണ്ടുവന്നിട്ട് സ്വർഗത്തിൽ റജബ് എന്ന് പറയുന്ന നദിയുണ്ട്. പാലിനേക്കാൾ വെളുത്തും തേനേക്കാൾ മധുരമുള്ളതും ആലിപ്പഴത്തേക്കാൾ പിന്നെ തണുപ്പുള്ളതുമായൊരു നദിയാണ് റജബ് എന്ന പേരിലുള്ളത്. ആ റജബ് മാസത്തിൽ നോമ്പ് വലിക്കുന്നവർക്ക് മാത്രമേ അതിൽ നിന്ന് കുടിക്കാനുള്ള ഭാഗ്യം ഉണ്ടാവുകയുള്ളൂ. അതുകൊണ്ട് ഒരു ഹദീസ് മുക്കാശുപത്തുൽ ഖുലൂബിൽ ഇമാം ഹിജ്ജത്തുൽ ഇസ്ലാം അഹമ്മദുൽ ഗസാലി റഹ്മത്തുള്ളാഹി പറഞ്ഞിട്ടുണ്ട്. അപ്പൊ കേന്ദ്രീകരിച്ച് നമ്മളെ പൂർവികരായ മഹത്തുക്കള് റജബ് 27 പ്രത്യേകം നോമ്പ് നോറ്റ് വരുന്ന ഒരു സംഗതിയാണ്. പിന്നെ അതിന് ഇല്ല എന്ന് പറഞ്ഞാണ്ട് നിങ്ങള് പറഞ്ഞത് അത് മാത്രല്ല കുറെ ഉണ്ട് കേട്ടാ. അപ്പോ ബിദഅത്ത് ഏതാണ് സുന്നത്ത് എന്നുള്ളത് അറിയാതാണ് സംസാരിക്കുന്നത്. സ്വാലിഹ് സഖാഫിക്ക് ഞാൻ പറഞ്ഞു ഏതാ ബിദഅത്ത് ഏതാ സുന്നത്ത് എന്ന്. അല്ല, എനിക്ക് പറഞ്ഞ ഞാൻ അതെ അതിപ്പോ പിന്നെ നമ്മള് ചിക്കൻ്റെ കിതാബ് ഓതിയതല്ലേ. എല്ലാ മാസവും എല്ലാ മാസവും 27, 28, 29 നോമ്പ് വലിക്കൽ സുന്നത്താണ്. അതൊന്നും ഇവിടെ അല്ല എന്ന് പറഞ്ഞിട്ടില്ലല്ലോ. ഇല്ലേ, പറഞ്ഞില്ലേ? ഇല്ല. അപ്പൊ ഈ മിറാജിന്റെ അത് 27 റജബ് 27 മിറാജിന്റെ ഭാഗമായിട്ട് നോമ്പെടുക്കുക എന്നുള്ളത് അത് ബിദ്അത്താണ്. അതിന് സ്വഹീഹായ റിവായത്തോടെ ഒരു ഹദീസും ഇല്ല. ഉള്ളത് തന്നെ മൗലൂ ആണ്. മൗലൂ എന്ന് നിങ്ങൾ പറഞ്ഞ 60 വർഷം നോമ്പ് കൂലിണ്ട് പറഞ്ഞല്ലേ? അതെ, അത് മൗലൂ ആണോ? അത് മൗലൂ ആണ്. അത് മൗലൂ അല്ലാന്നല്ലേ അതില് അങ്ങനെയല്ലേ നിങ്ങളിപ്പോ സഖാഫി ഉസ്താദ് പിന്നെ കാന്തൂർ ഉസ്താദ് പറഞ്ഞത് മാത്രമല്ലോ ജിഫ്രി ഉസ്താദ് പറഞ്ഞു കൊടുക്കൂലേ, ജിഫ്രി മുത്തുക്കോയ തങ്ങള്. അദ്ദേഹത്തിന്റെ ഇപ്പൊ ഞാൻ ചെയ്ത വീഡിയോയില് അദ്ദേഹത്തിന്റെ വീഡിയോ വ്യക്തമായിട്ട് ഇട്ടിട്ടുണ്ട്. അദ്ദേഹം പറയുന്നത് അത് ഇല്ലെങ്കിൽ തന്നെ നന്മ ചെയ്യുന്നത് പുണ്യമാണ് എന്ന് പറഞ്ഞുകൊണ്ടാണ് ജിഫ്രി മുത്തുക്കോയ തങ്ങള് ആ വിഷയത്തെ പരാമർശിക്കുന്നത്. ശ്രദ്ധിച്ചോ നിങ്ങള്? റസൂലുള്ളാഹിനോട് ബന്ധപ്പെട്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സംഗതിയാണ് മിഅ്റാജിന്റെ രാത്രി. അതുകൊണ്ടാണ് നമ്മൾ പിറ്റേന്ന് നോമ്പ് വെൽക്കണത്. അതിനെ ഈ ഭാഗത്ത് കൊണ്ട് ധന്യമാക്കണം. പിന്നെ നോമ്പ് വെൽക്കാൻ ഹദീസ് വൈഫാണോ അല്ലേ എന്ന് പറഞ്ഞ് നടക്കേണ്ട ആവശ്യമില്ല. അതുകൊണ്ടല്ല ഞങ്ങൾ നോക്കേണ്ടത് നോമ്പ് വെൽക്കുന്നത്. ഹദീസ് ഉണ്ടോ ചെയ്ത് നോക്കിയിട്ടല്ല. ഞങ്ങൾ വമൻ യുഅദ്ദിം ശഅائറല്ലാഹ് ഫഇന്നഹാ മിൻ തഖ്വൽ ഖുലൂബ് എന്ന ആയത്തിന്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ റജബ് 27 നോമ്പ് വെൽക്കുന്നത്. കാരണം എന്തുകൊണ്ട്? അത് ഷിയാറുകളെ ബഹുമാനിക്കുക, അത് തഖ്വയിൽ നിന്നുണ്ടായിത്തീരേണ്ട ആ ബഹുമാനം എങ്ങനെയാണ്? അന്ന് ഇബാദത്തുകളെ കൊണ്ട് ധന്യമാക്കുക. ആ ഇബാദത്ത് കൊണ്ട് ധന്യമാക്കുക, നോമ്പ് വെൽക്കണ്, ഖുർആൻ ഓതണ്, നിസ്കരിക്കണ്, ഇതൊക്കെ ഒന്ന് ചെയ്യണം. അല്ല, പിന്നെ 27, 28, 29 നോമ്പ് വലിക്കൽ സുന്നത്തില്ലേ? 27, 28, 29, 13, 14, 15 എല്ലാ വ്യാഴവും എല്ലാ തിങ്കളും അതൊന്നും അല്ലല്ലോ ഇവിടത്തെ വിഷയം. 27 പെട്ടിയിലായി. അങ്ങനെ അല്ലല്ലോ ഇവിടെ പറയണത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഇസ്രാവും പിന്നീട് മിഅ്റാജ് പോയത്. ഇസ്രാ പോയി അതിനുശേഷം മിഅ്റാജും അതൊന്ന് രണ്ടും ഒരു ദിവസം തന്നെയാണ്, ഒരു രാത്രി തന്നെയാണ്. അത് സംബന്ധമായിക്കൊണ്ട് നോമ്പെടുക്കാം. നമുക്ക് ഹദീസൊക്കെ അവിടെ വെക്കാം. സാലിഹ് ഉസ്താദെ, എനിക്ക് നിങ്ങൾ പഠിപ്പിച്ചു തരും. അതായത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഇസ്രാ പോയി മിഅ്റാജ് പോയി. ഈ കാര്യം വെച്ചുകൊണ്ട് അത് കഴിഞ്ഞിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ 12 വർഷത്തോളം 13 വർഷത്തോളം പിന്നെയും ജീവിച്ചിട്ടുണ്ട്. അറബ് മാസം കൂട്ടുകയാണെന്നുണ്ടെങ്കിൽ ദിവസങ്ങളുടെ വ്യത്യാസത്തിൽ പിന്നെയും വ്യത്യാസം വന്നേക്കാം. ഒരു നോമ്പ് പോലും റസൂലുള്ള എടുത്തിട്ടില്ല. അപ്പൊ ഫേലില്ല. ഒരു മിനിറ്റ്, എന്നേക്കാൾ നിങ്ങൾ കിതാബ് ഓതി പഠിച്ച ഒരു സഖാഫി എന്ന് പറയുമ്പോൾ സഖാഫത്ത് സുന്നിയിൽ നിന്ന് പഠിച്ചിറങ്ങിയ ഒരു പണ്ഡിതനാണ് അല്ലേ? ആണെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. നിങ്ങൾക്ക് ആ വിശ്വാസമല്ലേ?
ഓക്കെ ഓക്കെ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഫേലില്ല കൗലുണ്ട് എന്നാ പറഞ്ഞത്. കൗല് ഓക്കെ ഓക്കെ, ഇങ്ങനെയുണ്ട്. ഒറ്റ മിനിറ്റ് ഉസ്താദ്, ഒരു മിനിറ്റ് ഉസ്താദ്, ഒരു മിനിറ്റ്. ആ കൗല് ഏത് സ്വഹാബിയാണ് സ്വീകരിച്ചത്? ഏത് കൗല്? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഫേലില്ല, അപ്പൊ ഫേലില്ലെങ്കിലും കൗല് നമുക്ക് എടുക്കാന്ന് പറഞ്ഞു. അതെ, അത് എന്താണ്? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൗല് ഒരു സ്വഹാബിയും ഒരു ത്വാബിയും ഒരു തബഉ ത്വാബിയും അത് സ്വീകരിച്ചിട്ടില്ല, അതിന് തെളിവില്ല. ഉസ്താദ് തെളിവ് പറഞ്ഞോളി. ഒരു സ്വഹാബി മിറാജിന്റെ നോമ്പെടുത്തു എന്നുള്ളത് 27 നോമ്പെടുത്തു എന്നുള്ള തെളിവ് പറയരുത്. അതല്ലേ പറഞ്ഞത്. ആ, അത് നമ്മൾ ഉസൂലാണ്. എന്ത് കൗലും ഫീലും തമ്മിൽ എതിരായി കൗലും ഫീലും അല്ല ഇവിടുത്തെ വിഷയം. കൗലിനുണ്ട്. കൗലും അപ്പൊ ഫീലും അല്ല ഇവിടുത്തെ വിഷയം. ഫോർ എക്സാമ്പിൾ, ഉം. നമ്മളെ മുഹറം 9 നോമ്പ് വലിക്കണം എന്ന് നിമിത്തങ്ങൾ പറഞ്ഞു. പക്ഷെ 9 നോമ്പ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നോമ്പ് നോറ്റിട്ടില്ല. ഇല്ല ഇല്ലേ? ഇല്ല. നോമ്പിന് പക്ഷെ നമ്മള് നോമ്പ് വലിക്കാം. പിന്നെ അടുത്ത വർഷം എങ്ങനെ ഞാൻ ജീവിച്ചിരിക്കുമായിരുന്നെങ്കിൽ ഞാൻ 9 നോമ്പ് വലിക്കുമായിരുന്നു പറഞ്ഞില്ലേ? ആ ഞാൻ പറയട്ടെ, ഹദീസിന്റെ അടിസ്ഥാനത്തിൽ നമ്മൾ എന്താ എടുക്കുന്നുണ്ട്. പിന്നെ മുഹറം 9 നോമ്പ് വലിക്കുന്നു. തീർച്ചയായിട്ടും. റസൂലുള്ളാഹിന്റെ ചെയ്തിക്കണ ഇല്ല എന്നുള്ളതല്ല നമ്മള്. അല്ല റസൂലുള്ളാഹിന്റെ അല്ല അല്ല കൗല സ്വഹാബത്തിന്റെ കൗലൊക്കെ ഹദീസാണ്. ഉസ്താദ് ഒരു മിനിറ്റ്, ഒരു മിനിറ്റ് ഉസ്താദ്, അത് അങ്ങോട്ട് പോകരുത്. അതായത് മുഹറം 10 റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നോമ്പെടുത്തു. ഞാൻ ഹയാത്തിലുണ്ടെങ്കിൽ മുഹറം 9 നോമ്പെടുക്കും എന്ന് പറഞ്ഞു. ആ അത് ഫേലില്ല, കൗലേ ഉള്ളൂ. ആ പക്ഷെ അതെ. അത് കഴിഞ്ഞിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വഫാത്തിന് ശേഷം സ്വഹാബാക്കളൊക്കെ മുഹറം 9 നോമ്പെടുത്തു. ത്വാബീങ്ങൾ എടുത്തു, തബഉ ത്വാബീങ്ങൾ എടുത്തു. അയിമ്മത്തിന്റെ ഉലമാക്കളായിട്ടുള്ള മുജ്തഹിദീങ്ങളായിട്ടുള്ള മുജദ്ദിദീങ്ങളായിട്ടുള്ള എല്ലാവരും അത് എടുത്ത് കാണിച്ചു തന്നു. മിഹ്റാജിന്റെ നോമ്പെടുത്ത് കാണിച്ച ഒരു സ്വഹാബി വേണ്ട, ഒരു ത്വാബിയ വേണ്ട, ഒരു തബഉ ത്വാബിയ ആരെങ്കിലും ഈ 3 നൂറ്റാണ്ട്, അതല്ലേ സലഫുകള്. അതായത് ഞാൻ ചോദിക്കട്ടെ, റജബില് നോമ്പ് വലിക്കൽ പ്രത്യേകം സുന്നത്തുണ്ടോ? റജബില് എന്നല്ല, എല്ലാ മാസത്തിലും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഇപ്പൊ എന്തായി സഖാഫി ഉസ്താദ് എന്നോട് ചോദിക്കാതെ എന്നെ കളിയാക്കുക? അല്ല, ആദ്യം പറഞ്ഞാല് റജബില് ഏതെങ്കിലും ദിവസത്തിൽ നോമ്പ് വലിക്കൽ പ്രത്യേകം സുന്നത്ത് ഉണ്ടെന്ന് ഉറപ്പല്ലേ? റജബില് എന്നല്ല, എല്ലാ മാസത്തിലെയും ഈ സുന്നത്ത് നോമ്പ് എന്നുള്ളത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒക്കെ പഠിപ്പിച്ചു തന്ന പ്രത്യേകമായിട്ടുള്ള സുന്നത്തുകളുണ്ട്, ഇല്ലേ? ഉണ്ട്. പിന്നെ ആശുറാന്റെ നോമ്പ് മുഹറം 9ഉം 10ഉം നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. അറഫാ ദിനത്തിന്റെ നോമ്പ് പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. പിന്നെ ഏത് സുന്നത്ത് നോമ്പ് എന്നുള്ളത് ചോദിച്ചു കഴിഞ്ഞാല് തിങ്കള് ഫീ ഉലിത്തോ എന്നുള്ള ആ ഒരു ഹദീസിന്റെ അടിസ്ഥാനത്തിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ജനിച്ചു എന്ന ആ ഒരു അടിസ്ഥാനത്തിൽ തിങ്കളാഴ്ച നമ്മളോട് നോമ്പെടുക്കാൻ പറഞ്ഞിട്ടുണ്ട്. നമ്മുടെ അമലുകൾ ഉയർത്തപ്പെടുന്ന വ്യാഴാഴ്ച നമ്മളോട് നോമ്പെടുക്കാൻ പറഞ്ഞിട്ടുണ്ട്. അയ്യാമുൽ ബീദില് നമ്മളോട് നോമ്പെടുക്കാൻ പറഞ്ഞിട്ടുണ്ട്. എല്ലാ അറബ് മാസം 13, 14, 15. പക്ഷേ ഈ റജബില് 27 നോമ്പെടുക്കാനുള്ള കൗലുണ്ട് എന്ന് പറഞ്ഞു. ഇനി അത് നമ്മൾ അങ്ങനെയുണ്ട് അംഗീകരിക്കാം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ആ ഹദീസ് മൗലു ആണ് എന്ന് സ്ഥിരപ്പെട്ടതാണ്. അത് ലഈഫു അല്ല, മൗലു അല്ല, അത് സനദും എല്ലാം സ്വഹീഹായിട്ട് അത് സ്വഹീഹായ ഹദീസ് തന്നെയാണെങ്കിൽ ഏത് സ്വഹാബിയാണ് എടുത്തത്, ഏത് ത്വാബിയാണ് എടുത്തത്, ഏത് തബഉ ത്വാബിയാണ് എടുത്തത്? സലഫുകൾ ആരും എടുത്തിട്ടില്ല. നമ്മൾ എടുക്കണോ? നമ്മള് അഹ്ലു സുന്ന മാത്രമല്ലോ, അഹ്ലു സുന്ന വൽ ജമാഅ കൂടിയല്ലേ? അല്ല, അപ്പൊ 27 ഞാൻ ചോദിക്കട്ടെ, മിറാജ് അല്ലെങ്കിൽ എല്ലാത്ത ദിവസങ്ങളിലും 27 നോമ്പ് വലിക്കൽ സുന്നത്തില്ല? മിറാജിന്റെ നോമ്പ് എന്ന് പറഞ്ഞുകൊണ്ട് മിറാജിന്റെ നോമ്പാക്കണ്ട നമ്മള്. അങ്ങനെയല്ല. ഞാൻ എന്താണ് എന്റെ വീഡിയോയിൽ എന്താ ഉസ്താദ് പറഞ്ഞത്? അല്ല, 27 നോമ്പ് വലിക്കൽ സുന്നത്തുണ്ടോ? 27 നോമ്പ് വലിക്കലല്ല ഇവിടുത്തെ വിഷയം. മിറാജിന്റെ നോമ്പ് സുന്നത്തുണ്ടോ സുന്നത്തില്ലേ എന്നുള്ളതാണ് എന്റെ വീഡിയോ. അല്ലെങ്കിൽ നമുക്ക് 29 നമുക്ക് അത് ആ ഒരു ഡേറ്റുകളൊക്കെ അത് നമ്മൾ വേറൊരു സുന്നത്തുകളെ സംബന്ധിച്ച് ഇൻഷാ അല്ലാഹ് വേറെ യാദൃശ്യമായി മിറാജുമായി ഒത്തു വന്നപ്പോ അതിന് കട്ടി കുറച്ച് കൂടുതലാണ്. അങ്ങനെ എങ്ങനെ നമ്മൾ എടുക്കുക ഉസ്താദ്? നമുക്ക് മുൻ മാതൃകയില്ലാതെ ഇസ്ലാം നിലനിൽക്കുന്നത് ഇസ്നാദുകളിലൂടെയാണ്. അതെ. അപ്പോ മറ്റേ സ്വർഗത്തില് റജബ് എന്ന് പറയുന്ന ഒരു നദിയുണ്ട് പറഞ്ഞില്ലേ? സ്വർഗത്തില് റജബ് എന്നുള്ള നദിയുണ്ടോ ഇല്ലേ എന്നൊന്നും ഈ വിഷയത്തിൽ വിഷയമേ അല്ല. മിറാജിന്റെ നോമ്പ് ഒരു റിവായത്തില് വന്നിട്ടുള്ള എന്താണ് 60 മാസമാണ്, സിത്തൂൻ ഷഹറാണ്. ഒരു മാസത്തില് ഒരു റിവായത്തിലുള്ള സിത്തൂൻ സനയാണ്. അങ്ങനെയൊക്കെ വന്നിട്ടുണ്ട്. 60 മാസമാണെന്നുള്ളത് കൂടുതൽ റിപ്പോർട്ട് ചെയ്യപ്പെട്ട്. ചില ആളുകൾ 60 കൊല്ലം എന്നും പറഞ്ഞിട്ടുണ്ട്. ഇനി വാക്കുപഴവായണോന്നും അറിയില്ല.
എന്തായാലും ഇത്ര ഉള്ളൂ. റസൂലുള്ള പറഞ്ഞത് മൗദൂആയ ഒരു കെട്ടിയുണ്ടാക്കപ്പെട്ട ഒരു ഹദീസിന്റെ അടിസ്ഥാനത്തിൽ പാവപ്പെട്ട ആളുകൾ ഇന്നും എടുക്കുന്നു. അതൊന്നുമല്ല ഇവിടുത്തെ ചർച്ച. റജബിന്റെ ആ ഒരു ദിവസം അടിസ്ഥാനമാക്കി റജബ് 27 മിഅ്റാജ് പോയി എന്നതിന്റെ ആ ഒരു ഓർമ്മയുടെ ഭാഗമായിക്കൊണ്ട് ഏത് സ്വഹാബിയാണ് നോമ്പെടുത്ത് ഉസ്താദിന് അറിയോ? ലക്ഷത്തിൽപ്പരം സ്വഹാബികൾ. അള്ളാഹു സ്വഹാബി നോമ്പ് വിട്ടാലേ നോമ്പ് പറ്റി അറിഞ്ഞാലേ നോമ്പ് വിൽക്കാൻ പാടുള്ളൂ. അപ്പൊ പിന്നെ നിങ്ങള് മിഅ്റാജിന്റെ നോമ്പ് പ്രത്യേകം 60 മാസത്തെ പാപങ്ങൾ ആരാ പുറത്തുതരാ? അല്ല അതല്ല അല്ല 60 മാസത്തെ പാപങ്ങൾ ആരാ പുറത്തുതരാ? ഈ നോമ്പ് വിൽക്കാൻ പറഞ്ഞോലാ പുറത്തുതരാ? അതോ അള്ളേ പുറത്തുതരാ? അള്ളാഹു പുറത്തുതരും. അള്ളാഹു പുറത്തുതരുമെങ്കിൽ അള്ളാഹുവിൽ നിന്നുള്ള വഹിയെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയിലൂടെ നിലച്ചു പോയിട്ടുണ്ട് ഉസ്താദേ. അത് ഞാൻ ആ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞ ഹദീസ് ഒരു സ്വഹാബി സ്വീകരിച്ചില്ല, ഒരു താബി സ്വീകരിച്ചില്ല, ഒരു തബഉ താബി സ്വീകരിച്ചില്ല എന്ന് പറയാനുള്ള മനക്കട്ടി എനിക്കില്ല. ഞാൻ അഹ്ലുസുന്ന വൽ ജമാഅയാണ്. ഉപ്പും ചാക്കിലെ പഞ്ചസാര എല്ലാം ഉസ്താദ് ചിന്തിക്കും. ഒരു സ്വഹാബി അത് സ്വീകരിച്ചില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമ്മളൊക്കെ റസൂലുള്ളാഹിനെ ലാ യുഅ്മിനു അഹദുക്കും ഹത്താ അകൂന അഹബ്ബ ഇലൈഹി മിൻ വാലിദി അതൊന്നും ഉസ്താദിനെ ഞാൻ പറഞ്ഞു തരണ്ട. ഉസ്താദ് പഠിച്ചത് ഉസ്താദ് അത്രയേറെ നമ്മൾ സ്നേഹിക്കണം എന്നുണ്ടെങ്കിൽ അതിനേക്കാൾ ഏറെ സ്നേഹിച്ചിട്ടുള്ളവരാണ് സ്വഹാബത്തെ കിറാം. ആ സ്വഹാബത്ത് സ്വീകരിക്കാത്ത നമ്മൾ എടുക്കണം ഉസ്താദ്. ഈ നമ്മളെ ഒരു കാര്യം മനസ്സിലാക്കണം. നിങ്ങൾ സഖാഫിമാരിൽ ഏറ്റവും ഞാൻ കണ്ട സഖാഫിമാരിൽ ഏറ്റവും മാന്യനാണ്. പറയും 27, 28, 29 അതല്ലല്ലോ ഇവിടുത്തെ വിഷയം. നോൽക്കുകയാണെങ്കിൽ നമ്മളത് മുടക്കണോ? അങ്ങനെ ഒരിക്കലും മുടക്കരുത്. നിങ്ങളെ അന്ന് നോമ്പ് വലിക്കാൻ സുന്നത്തുണ്ട് എന്ന് വിചാരിച്ച് സുന്നത്തുണ്ട്, ഏതായാലും ഓൾറെഡി സുന്നത്ത് അവിടെ ഉണ്ട്. 60 മാസം എന്നുള്ള ആ സുന്നത്താണോ നിങ്ങൾ പറയണേ? ആ സുന്നത്ത് ഉണ്ടോ ഇല്ല നടക്കട്ടെ, അവിടെ നിൽക്കട്ടെ എന്ന് പറഞ്ഞ പ്രശ്നം തീർന്നു. അത് പറയണതേ പ്രശ്നമുള്ളൂ ഉസ്താ. അപ്പൊ 27 നോമ്പ് വലിക്കൽ സുന്നത്ത് ഉണ്ട് നിങ്ങൾ നിങ്ങൾ അങ്ങനെ സമ്മതിപ്പിക്കല്ലേ സ്വാലി ഉസ്താദ്, നിങ്ങൾ അങ്ങനെ ചെയ്യരുത്. ഇവിടെ റജബിന്റെ 27 മിഅ്റാജിന്റെ നോമ്പുണ്ടോ ഇല്ലേ എന്നുള്ളതാണ് ഇവിടുത്തെ വിഷയം. അത് 27 നോമ്പ് ആ നോമ്പ് അങ്ങനെ പറയല്ലേ. ഇപ്പൊ അങ്ങനെ പറയുമ്പോ എന്തായെന്നറിയോ? അങ്ങനെ നിങ്ങൾ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ എന്റെ കഴിഞ്ഞ റബീഉൽ അവ്വല് 12 തിങ്കളാഴ്ച വന്നിട്ട് നിങ്ങളൊന്നും നോമ്പ് എടുക്കാറുണ്ട്? ഞാൻ തിങ്കളാഴ്ച അങ്ങനെ നോമ്പ് വിളിക്കില്ല. നിങ്ങളപ്പോ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമനെ കരളിന്റെ കരളായിട്ട് സ്നേഹിക്കണില്ല. ലാ യുഅ്മിനു അഹദുക്കും വീണ്ടും ഞാനൊന്നും കൂടി ഇവിടെ ഓർമ്മിപ്പിക്കുകയാണ്. അകൂന അഹബ്ബ ഇലൈഹി മിൻ വാലിദിഹി വവലദിഹി വന്നാസി അജ്മഈൻ. എന്റെ കരളിന്റെ കഷ്ണം പോലെ ഞാൻ കൊണ്ടു നടക്കേണ്ട, എന്റെ ഉമ്മയേക്കാൾ വാപ്പയേക്കാൾ എന്റെ ഭാര്യയേക്കാൾ എന്റെ പൊന്നുമക്കളേക്കാൾ ഈ ലോകത്തുള്ള ഏതൊരു മനുഷ്യനേക്കാൾ ഞാൻ സ്നേഹിക്കേണ്ട എന്റെ മുത്ത് റസൂല്, ആ മുത്ത് റസൂല് പറഞ്ഞിരിക്കുകയാണ് ഞാൻ ജനിച്ച ദിവസമാണ് കേട്ടോ തിങ്കളാഴ്ച, ഇജ്ജ് നോമ്പെടുക്ക് എന്ന് പറയുമ്പോ ആ ഉമ്മത്ത് അത് സ്വീകരിക്കണ്ടേ? അത് അല്ല സുന്നത്താകുമ്പോ നിങ്ങൾ തിങ്കളാഴ്ച എടുക്കണില്ല, നിങ്ങളെ സ്വീകരിക്കില്ല പറഞ്ഞു. എന്തിനാണ് ഈ റജബിന്റെ 27 മിഅ്റാജ് എന്നും പറഞ്ഞിട്ട് കടിപിടി കൂടുന്നു ഉസ്താ? അത് അല്ല നമ്മളെ മുടക്കണ്ടെന്നല്ല സാലിഹ് ഉസ്താദിനെയാണോ എനിക്ക് പിന്നെ ട്രൂ കോളറിൽ അങ്ങനെ കിട്ടിയത്? സാലിഹ് സഖാഫി തന്നെയാണോ? സഖാഫി ഉസ്താദ്, ഇത് അൽഹംദുലില്ലാഹ് ആയിരക്കണക്കിന് ആളുകൾക്ക് പ്രചോദനമാവട്ടെ. അള്ളാഹു അതിനുള്ള തൗഫീക്ക് ചെയ്യട്ടെ. ഞാനിപ്പോ ഒരാളെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്, ഞാൻ പിന്നെ വരട്ടാ. ശരി ഇൻഷാ അല്ലാഹ്. റജബ് 27 നോമ്പ് സുന്നത്താണോ ബിദ്അത്താണോ എന്നറിയാൻ വളരെ സിമ്പിളാണ്. ഒരു കാര്യം സുന്നത്താകണമെങ്കിൽ, ഒരു കാര്യം ഇബാദത്താകണമെങ്കിൽ അത് അള്ളാഹു പഠിപ്പിച്ചതായിരിക്കണം, അല്ലെങ്കിൽ അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചതായിരിക്കണം. ഖുർആനിലെ ഏതെങ്കിലും ഒരു ആയത്തിൽ മിഅ്റാജ് നോമ്പിനെ പറ്റി പറഞ്ഞിട്ടുണ്ടോ? അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങനെ ഒരു നോമ്പ് അനുഷ്ഠിച്ചിട്ടുണ്ടോ? അപ്പൊ നിങ്ങൾ ആലോചിച്ചൊക്കെ, ഹിജ്റക്ക് മുമ്പാണ് ഇസ്രാ മിഅ്റാജ് നടക്കുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മരിക്കുന്നത് ഹിജ്റ 11-ലാണ് മദീനയിൽ വെച്ചിട്ട്. അപ്പോ ഏറ്റവും ചുരുങ്ങിയത് 10 വർഷങ്ങൾ. ആ 10 വർഷത്തിൽ ഒരിക്കലെങ്കിലും അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങനെ ഒരു നോമ്പ് എടുത്തിട്ടുണ്ടോ? നബി നോമ്പെടുക്കുന്ന ഏതെങ്കിലും ഒരു സ്വഹാബി കണ്ടിട്ടുണ്ടോ? ഏതെങ്കിലും ഒരു സ്വഹാബി റജബ് 27 ഒറ്റ സ്വഹാബി നോമ്പെടുത്ത സംഭവം ഉണ്ടോ? ഇല്ല. 4 മദ്ഹബിലെ ഇമാമുമാർക്ക് പരിചയമുണ്ടോ? ഇമാം അബൂ ഹനീഫ, ഇമാം മാലിക്, ഇമാം ഷാഫിഈ, ഇമാം അഹ്മദ്, 4 മദ്ഹബിന്റെ ഇമാമുമാർക്ക് ഇങ്ങനത്തെ ഒരു നോമ്പ് പരിചയമില്ല. ഇത് പിന്നീട് ഉണ്ടായതാണ്.